വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനായ സൾഫ്യൂരിക് ആസിഡിനെ പറ്റിയാണ് ഇന്ന് നോക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് നമുക്കറിയാം ഒരു ആസിഡാണ്, വളരെ സ്ട്രോങ് ആസിഡാണ്, വളരെയധികം ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുള്ള ഒരു ആസിഡാണ്. ഓക്കെ, sulphuric acid is a chemical of utmost importance in industry. Let us make an idea of various uses of sulphuric acid by analyzing the word web given below. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെ പർപ്പസിനാണ് സൾഫ്യൂരിക് ആസിഡ് മെയിൻലി യൂസ് ചെയ്യുന്നത്. For dehydrating, manufacture of fertilizers, refining of petroleum, paints, fibers, explosive, other chemicals. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ആവശ്യമുണ്ട്. ദെൻ അപ്പോൾ ഈ വൈഡ് റേഞ്ച് ഓഫ് യൂസ് ഉള്ളത് കൊണ്ട് സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ കിങ് ഓഫ് കെമിക്കൽസ് എന്നാണ് വിളിക്കുക. സൾഫ്യൂരിക് ആസിഡ് ഈസ് നോൺ ആസ് കിങ് ഓഫ് കെമിക്കൽസ്. ദെൻ എങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത് കോണ്ടാക്ട് പ്രോസസ്സ് വഴിയാണ്. ദാറ്റ് പ്രോസസ് നെയിം ഈസ് കോണ്ടാക്ട് പ്രോസസ്. അമോണിയയുടെ പ്രിപ്പറേഷൻ നമുക്കറിയാം, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഹെയ്ബർ പ്രോസസ്സ് വഴിയാണ്. സൾഫ്യൂരിക് ആസിഡ് ഈസ് കോണ്ടാക്ട് പ്രോസസ്. ഓക്കെ, ഏതൊക്കെ സ്റ്റേജ് വഴിയാണ് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാവുന്നത് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ, സൾഫർ നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റിലാണ്. ഇറ്റ് ഈസ് ഹീറ്റഡ് അപ്പ് ആൻഡ് ബേൺഡ് ഇൻ എയർ. സോ എയറിൽ ബേൺ ചെയ്യാന്ന് വെച്ചാൽ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. സൾഫർ ഈസ് ബേൺഡ് ഇൻ ഓക്സിജൻ ടു പ്രൊഡ്യൂസ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ബേൺഡ് ഇൻ ഓക്സിജൻ ടു പ്രൊഡ്യൂസ് സൾഫർ ഡയോക്സൈഡ്. അതായത് സൾഫർ സോളിഡ് ആയിട്ടുള്ള സൾഫറിനെ ഹീറ്റ് ചെയ്ത് ലിക്വിഡ് ആക്കും, ദെൻ വേപ്പർ ആക്കിയിട്ട് ഇറ്റ് ഈസ് ബേൺഡ് ഇൻ ഓക്സിജൻ ഓർ ബേൺഡ് ഇൻ എയർ to produce sulfur dioxide. This sulfur dioxide is allowed to combine with oxygen in the presence of vanadium pentoxide as a catalyst to produce sulfur trioxide. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ സൾഫർ ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. സൾഫർ ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ ഗിവ്സ് SO3. ആക്ച്വലി ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ്റെ ഫോർവേഡ് റിയാക്ഷൻ ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. ദാറ്റ് മീൻസ് ഇറ്റ് റിലീസസ് ഹീറ്റ്. അപ്പോൾ നമുക്ക് സൾഫർ ട്രയോക്സൈഡാണ് വേണ്ടത്. സൾഫർ ട്രയോക്സൈഡ് വേണമെങ്കിൽ സൾഫർ ഡയോക്സൈഡും ഓക്സിജനും റിയാക്ട് ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ ഇൻ ഓർഡർ ടു അറ്റൈൻ ഇക്വിലിബ്രിയം ഫാസ്റ്റർ, അതായത് നമുക്ക് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തണം, അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആയതുകൊണ്ട് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യണം. സോ പെട്ടെന്ന് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, വനേഡിയം പെൻറ്റോക്സൈഡ്. ഈ വനേഡിയം പെൻറ്റോക്സൈഡ് വർക്ക് ചെയ്യുന്നത് 400 ഡിഗ്രി സെൽഷ്യസിൻ്റെ മേലെയുള്ള ടെമ്പറേച്ചറാണ്. എബവ് 400 ഡിഗ്രി സെൽഷ്യസിലാണ് വനേഡിയം പെൻറ്റോക്സൈഡ് വർക്ക് ചെയ്യുക, അതായത് എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യുക. സോ എബവ് 400 ഡിഗ്രി സെൽഷ്യസിലാണ് വനേഡിയം പെൻറ്റോക്സൈഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ റിയാക്ഷൻ ആക്ച്വലി ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ ലെ ഷാറ്റ്ലെ പ്രിൻസിപ്പിൾ പ്രകാരം പഠിച്ചു, എക്സോതെർമിക് റിയാക്ഷൻസ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ബാക്ക്വേർഡ് റിയാക്ഷനാണ് നടക്കുക. അതായത് ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്, അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷനെ ഫേവർ ചെയ്യില്ല, ബാക്ക്വേർഡ് റിയാക്ഷനാണ് ഫേവർ ചെയ്യുക. ബട്ട് ഇവിടെ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശം നമുക്ക് സൾഫർ ട്രയോക്സൈഡ് കൂടുതൽ ഉണ്ടാക്കുകയാണ്. സോ കാറ്റലിസ്റ്റ് ആഡ് ചെയ്തു നമുക്ക് കൂടുതൽ സൾഫർ ട്രയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹയർ ടെമ്പറേച്ചറെ 450 ഡിഗ്രി സെൽഷ്യസ് ആണ് വെച്ചിരിക്കുന്നത്. എന്തിനായിരിക്കും? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ത്രെഷോൾഡ് എനർജി. മോർ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ മോർ മോളിക്യൂൾസ് ഷുഡ് കം ഇൻ ടു കോണ്ടാക്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആ മോളിക്യൂൾസിന് എനർജി കിട്ടാൻ വേണ്ടി ഹയർ ടെമ്പറേച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ ത്രെഷോൾഡ് എനർജിയുള്ള മോളിക്യൂൾസ് എന്താണ്, ധാരാളം കൊളൈഡ് ചെയ്യും, ഇൻട്രാക്ട് ചെയ്യും, റിയാക്ഷൻസ് നടക്കും, സൾഫർ ട്രയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഹൈ ടെമ്പറേച്ചർ ഈസ് കെപ്റ്റ്. അവിടെ വനേഡിയം പെൻറ്റോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഈ റിയാക്ഷൻ ഫാസ്റ്ററായിട്ട് നടക്കണം, നമുക്ക് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകണം. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൾഫർ ട്രയോക്സൈഡിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൾഫർ ഡയോക്സൈഡ് ഓക്സിജനും ഒരു ചേമ്പറിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. സൾഫർ ട്രയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൾഫർ ട്രയോക്സൈഡിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ പ്രൊഡ്യൂസ് ചെയ്തപ്പെട്ട സൾഫർ ട്രയോക്സൈഡിനെ നമ്മൾ എ ലിറ്റിൽ ബിറ്റ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലേക്ക് ഡിസോൾവ് ചെയ്യാണ്. സൾഫർ ട്രയോക്സൈഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ ടു കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു പ്രൊഡ്യൂസ് H2S2O7. ഈ കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഒലിയം എന്ന് പറയുന്ന ഒലിയം. ഈ ഇക്വേഷൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. സൾഫർ ട്രയോക്സൈഡ് പ്ലസ് H2SO4 വി ഗെറ്റ്സ് ഒലിയം H2S2O7. ഈ ഒലിയത്തിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. H2S2O7 പ്ലസ് വാട്ടർ ഗിവ്സ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ സെക്കൻഡ് സ്റ്റേജിൽ തന്നെ സൾഫർ ട്രയോക്സൈഡ് കിട്ടി. സൾഫർ ട്രയോക്സൈഡിനെ നമുക്ക് ഡയറക്റ്റ്ലി വാട്ടറിലേക്ക് കമ്പൈൻ ചെയ്താൽ
ഡയറക്റ്റ്ലി വാട്ടറിലേക്ക് മിക്സ് ചെയ്താൽ നമ്മൾക്ക് സൾഫ്യൂരിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വി ഗെറ്റ് H2SO4. ബട്ട് ആക്ച്വലി നമ്മൾ ഈ മെത്തേഡ് ചെയ്യാറില്ല. കാരണം വളരെ ചീപ്പാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സൾഫർ ട്രൈ ഓക്സൈഡ് നേരെ വാട്ടറിലേക്ക് മിക്സ് ചെയ്തത്. ബട്ട് ഇതൊരു ഹൈലി എക്സോതെർമിക് റിയാക്ഷനാണ്. എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ഈ റിയാക്ഷൻ കഴിഞ്ഞ് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് സൾഫ്യൂരിക് ആസിഡ് ഈ ഹൈ ടെമ്പറേച്ചറിൽ എന്താണ് വേപ്പേഴ്സായിട്ട് മാറും. വേപ്പേഴ്സായിട്ട് മാറി ഒരു ഡെൻസ് ഫോഗായിട്ട് ഇതിൻ്റെ മേലെ നിൽക്കും, ഒരു സ്മോഗായിട്ട്. അത് നമ്മൾ ഒരു കണ്ടെയ്നറിലാണ് സൾഫർ ട്രൈ ഓക്സൈഡ് ഉള്ളതെങ്കിൽ ആ സൾഫർ ട്രൈ ഓക്സൈഡിലേക്ക് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞുണ്ടാകുന്ന സൾഫ്യൂരിക് ആസിഡ് ആ ഹീറ്റ് എനർജി മൂലം എന്താണ് ഈ സർഫസിൻ്റെ മേലെ ഒരു ഫോഗായിട്ട്, ഒരു സ്മോഗായിട്ട് നിൽക്കും. ദെൻ ആ സ്മോഗ് ഫർദർ റിയാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യും. സോ നമുക്ക് എന്താണ്, നമുക്ക് സൾഫ്യൂരിക് ആസിഡാണ് വേണ്ടത്. സോ ഇറ്റ് ഈസ് ആ റിയാക്ഷൻ നടക്കാത്തതുകൊണ്ട്, കൂടുതൽ സൾഫ്യൂരിക് ആസിഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ മെത്തേഡ് സൾഫർ ട്രൈ ഓക്സൈഡിലേക്ക് വാട്ടർ നമ്മൾ ആഡ് ചെയ്യാറില്ല. നേരെ മറിച്ച് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്തിട്ട് ഒലിയമാക്കി മാറ്റി ഒലിയത്തിലേക്കാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത്. സോ സൾഫ്യൂരിക് ആസിഡ് ഈസ് ഫോംഡ് ഓൾസോ ബൈ ഡയറക്റ്റ് ഡിസൊല്യൂഷൻ ഓഫ് സൾഫർ ട്രൈഓക്സൈഡ് ഇൻ വാട്ടർ. സ്റ്റിൽ സൾഫർ ട്രൈഓക്സൈഡ് ഈസ് നോട്ട് ഡയറക്ട്ലി ഡിസോൾഡ് ഇൻ വാട്ടർ. വൈ? കാരണം ഞാൻ പറഞ്ഞു എക്സോതെർമിക് റിയാക്ഷനാണ്, ഫർദർ റിയാക്ഷനെ ഹിൻഡർ ചെയ്യും. ദ ഡിസൊല്യൂഷൻ ഓഫ് സൾഫർ ട്രൈഓക്സൈഡ് in water is an exothermic process. It may turn sulfuric acid initially formed into fine fog particles or smoke which will hinder further dissolution. അപ്പോൾ എന്താണ്, തുടക്കത്തിൽ ഫസ്റ്റ് ഉണ്ടായ സൾഫ്യൂരിക് ആസിഡ് അത് ഒരു വേപ്പറായിട്ട്, ഒരു ഫോഗായിട്ട് തന്നെ മേലെ നിൽക്കും. പിന്നെ എന്താണ്, വാട്ടറും സൾഫർ ട്രൈഓക്സൈഡും തമ്മിലുള്ള റിയാക്ഷൻ നടക്കാതെ വരും. ദാറ്റ് ഈസ് വൈ സൾഫർ ട്രൈഓക്സൈഡ് ഈസ് ഡിസോൾഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു മേക്ക് ഒലിയം. അതുകൊണ്ടാണ് നമ്മൾ സൾഫർ ട്രൈഓക്സൈഡിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലേക്ക് തന്നെ ഡിസോൾവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരെ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്. സോ ഈ സ്റ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൾഫർ is burned in oxygen to produce sulfur dioxide, then heated with oxygen at 150 degrees Celsius to produce sulfur trioxide, and this sulfur trioxide is mixed with concentrated sulfuric acid to produce oleum. Then this oleum is dissolved in water to get sulfuric acid. അപ്പോൾ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രോസസ്സ് കണ്ടു. ദെൻ ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് കളർലെസ് ആണ്, ഹൈ വിസ്കോസിറ്റി ഉള്ളതാണ്, ഹൈലി കൊറോസീവ് ആണ്, ഡെൻസർ ദാൻ വാട്ടർ ആൻഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഹൈ വിസ്കോസിറ്റി ആണ്, സോ മെല്ലെ ഒഴുകുള്ളൂ, ഹൈലി കൊറോസീവ് ആണ്, സോ നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്സ്റ്റൻസിൻ്റെ മേത്ത് വീണാൽ കൊറോസീവ് ആണ്, വാട്ടറിനേക്കാളും ഡെൻസർ ആണ്, ദെൻ ആസിഡ് ആണ്, സോ ഡിസോൾവ്സ് ഇൻ വാട്ടർ വെരി വെൽ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടറിലേക്കാണ് ആസിഡ് ആഡ് ചെയ്യുക. ആസിഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യാറില്ല. കാരണം എന്താണ്, വാട്ടറും ആസിഡും തമ്മിലുള്ള മിക്സിങ് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. എക്സോതെർമിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ വേപ്പേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആ വേപ്പർ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ വാട്ടറിലേക്കാണ് ആസിഡ് ആഡ് ചെയ്യുന്നതെങ്കിൽ വാട്ടർ ലാർജ് ക്വാണ്ടിറ്റി, ആസിഡ് സ്മോൾ ക്വാണ്ടിറ്റിയാണ്. അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി പെട്ടെന്ന് തന്നെ വാട്ടറിലേക്ക് തന്നെ ഡിസിപ്പേറ്റ് ചെയ്തു, അല്ലെങ്കിൽ തെറിച്ച് വരുന്നത് എന്തായിരിക്കും, വാട്ടർ ഡയല്യൂട്ടഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും. എന്നാൽ നേരെ മറിച്ച് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലേക്ക് നമ്മൾ വാട്ടറാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി മൂലം ചിലപ്പോൾ അവിടുന്ന് സ്പട്ടർ ചെയ്ത് വരുന്ന, തെറിച്ച് വരുന്ന തുള്ളികൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഡ്രോപ്സ് ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ കോസസ് ഡേഞ്ചർ. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ വാട്ടറിലേക്കാണ് ആസിഡ് ആഡ് ചെയ്യാറ്. ദെൻ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ നോക്കാം. While diluting sulfuric acid, the acid should be added to water in very small quantities, stirring it. If water is added to the acid, it will result in spurting and may cause burns to our body as the reaction is highly exothermic. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആസിഡിലേക്കാണ് നമ്മൾ എന്താണ് വാട്ടറിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്യുക, നേരെ തിരിച്ച് നമ്മൾ ചെയ്യാറില്ല. ദെൻ സൾഫ്യൂരിക് ആസിഡിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ. എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് നമുക്ക് നോക്കാം. സോ അതിനൊരു ചെറിയൊരു വീഡിയോ ഉണ്ട് നോക്കാം. നമ്മൾ ഷുഗറിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. Acid. So sugar is a carbon compound. Sulfuric acid is a strongly dehydrating agent, so it will remove water from the sugar. When you remove water from sugar, what's left behind is essentially just elemental carbon. So the mixture of sugar and sulfuric acid will produce
black elemental carbon in a rather dramatic fashion. Let's watch as Lonnie mixes these two compounds. Here's the sulfuric acid being mixed with the sugar, forming a slurry. You can see the reaction beginning. Lonnie will add a little bit more sulfuric acid. And you can already see black carbon beginning to form. This reaction is fairly exothermic, so it will proceed with the expansion of the forming carbon to form a rapid expansion of a long... ഷുഗറിൻ്റെ കളർ മാറി ബ്ലാക്ക് കളറായി. ഇനി കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും നോക്കിയുള്ള ആ ബീക്കറിനകത്ത് അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. വൈറ്റ് കളറിലുണ്ടായിരുന്ന ഷുഗർ സൾഫ്യൂരിക് ആസിഡ് മിക്സ് ചെയ്തപ്പോൾ ഒരു റിയാക്ഷൻ നടന്നിട്ട് ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ആയിട്ട് മാറി. ഈ ബ്ലാക്ക് സബ്സ്റ്റൻസ് കാർബൺ ആവും. അപ്പോൾ നമുക്കറിയാം ഷുഗർ ഈസ് എ കോമ്പൗണ്ട് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ ആ ഇതിനകത്ത് നിന്ന് കാർബൺ മാത്രം കിട്ടി. ബാക്കിയുള്ള ഹൈഡ്രജനും ഓക്സിജനും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? നമ്മളവിടെ വേപ്പേഴ്സ് വരുന്നുണ്ട്. ആ ഷുഗറിനകത്തുള്ള ഹൈഡ്രജനും ഓക്സിജനും വാട്ടറിൻ്റെ മോളിക്കുലർ ഫോർമുലയിൽ അതിനെ നമ്മൾ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്തു. സോ കെമിക്കലി കമ്പൈൻഡ് ആയിട്ടുള്ള വാട്ടറിനെ അത് റിമൂവ് ചെയ്തു. Take some sugar in a watch glass and a few drops of concentrated sulfuric acid. Observe the changes. Molecular formula of sugar is C12H22O11. Analyze the chemical equation. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗറിനകത്തേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് കാർബൺ പ്ലസ് വാട്ടർ മോളിക്യൂളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്തുനിന്ന് വാട്ടർ മോളിക്യൂൾസ് കെമിക്കലി കമ്പൈൻഡ് ആയിരുന്നു. അതായത് ഇതിനകത്ത് വാട്ടർ മോളിക്യൂളുണ്ട്, നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അത് വാട്ടറിൻ്റെ ഫോർമുലയിലാണ് നമുക്ക് റിമൂവ് ചെയ്തത് ഒരു സൾഫ്യൂരിക് ആസിഡ്. അടുത്ത കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഓഫ് ഷുഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷുഗറിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആണ്. വാട്ട് ഈസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസ് ഇൻ ദ പ്രൊഡക്റ്റ് ഫോംഡ്? നമ്മൾ കണ്ടു ആ ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് എക്സ്പാൻഡ് ചെയ്ത് വന്നു, അത് കാർബൺ ആയിരിക്കും. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ഷുഗർ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ 22 ഉണ്ട്, ഓക്സിജൻ 11 ആണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ റേഷ്യോ 2 ആണ്, ഓക്സിജൻ്റെ റേഷ്യോ 1 ആണ്. 2:1 ആണ് റേഷ്യോ. വിച്ച് ഈസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് അബ്സോർബ്ഡ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഫ്രം ദ ഷുഗർ ഇൻ ദ റേഷ്യോ ആസ് ഇൻ വാട്ടർ? അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഷുഗറിനകത്തുനിന്ന് ഹൈഡ്രജനെയും ഓക്സിജനെയും അബ്സോർബ് ചെയ്താരാണ്? നമ്മൾ ചേർത്ത സൾഫ്യൂരിക് ആസിഡാണ്. സോ ഞാൻ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് has the ability to absorb chemically combined water or hydrogen and oxygen from substances in the ratio corresponding to that of water. This process is known as dehydration. So ഒന്നെങ്കിൽ കെമിക്കലി കമ്പൈൻഡ് വാട്ടർ ആകാം, അല്ലെങ്കിൽ ഹൈഡ്രജനെ ഓക്സിജനെ അതിനകത്ത് നിന്ന് വാട്ടറിൻ്റെ റേഷ്യോയിൽ റിമൂവ് ചെയ്യും. സോ നമുക്ക് സിമിലർലി എക്സാമ്പിൾസ് നോക്കാം. ഡ്രോപ്പിംഗ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഓൺ കോട്ടൺ ക്ലോത്ത്. അപ്പോൾ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ട് കോട്ടൺ ക്ലോത്താണ്. അപ്പോൾ കോട്ടൺ നമുക്കറിയാം ഒരു പ്ലാന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്, അതൊരു ലിവിങ് സബ്സ്റ്റൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഷുഗറിൻ്റെ അല്ലെങ്കിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ആവും. സോ ഇതിനകത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ക്ലോത്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. അതായത് അവിടെ വീണ ആ ക്ലോത്ത്, ആ കോട്ടൺ എന്തായിരിക്കും? അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. ആഡിങ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഗ്ലൂക്കോസ് ടേക്കൺ ഇൻ സ്മോൾ ബീക്കർ. അപ്പോൾ നമ്മൾ ഷുഗറിനകത്തേക്ക് ആഡ് ചെയ്തു, ഗ്ലൂക്കോസിനകത്തേക്ക് ആഡ് ചെയ്താൽ എന്താണ്? സെയിം എഫക്റ്റ് ആണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജനെ ഓക്സിജനെ റിമൂവ് ചെയ്ത് ഇതൊരു ബ്ലാക്ക് സബ്സ്റ്റൻസ് കരിഞ്ഞു പോയാലായിരിക്കും. എന്നാൽ അതേപോലെ തന്നെ ആഡിങ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു എ വാച്ച് ഗ്ലാസ് ഇൻ വിച്ച് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ആർ ടേക്കൺ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോപ്പർ സൾഫേറ്റ് നമുക്കറിയാം ബ്ലൂ വിട്രിയോൾ എന്നാണ് അറിയപ്പെടുന്നത്. കോപ്പർ സൾഫേറ്റിനകത്ത് CuSO4 5H2 ആണ് നമുക്ക് കോപ്പർ സൾഫേറ്റിൻ്റെ ഫോർമുല. ഇറ്റ് ഹാസ് 5 വാട്ടർ മോളിക്യൂൾസ്. കെമിക്കലി കമ്പൈൻഡ് ആയിട്ട് 5 വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഈ വാട്ടർ മോളിക്യൂൾസ് ഉള്ളത് കൊണ്ടാണ് ആ കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളർ കിട്ടുന്നത്. അതിനകത്ത് ആ വാട്ടർ കണ്ടന്റിനെ റിമൂവ് ചെയ്യും ആര്? സൾഫ്യൂരിക് ആസിഡ്. സോ ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് H2SO4 നമ്മൾ കണ്ടു. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ഡ്രൈയിങ് നേച്ചർ. ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ കെമിക്കലി കമ്പൈൻഡ് വാട്ടർ ഓർ ഹൈഡ്രജനും ഓക്സിജനെയും വാട്ടറിൻ്റെ എങ്ങനെയാണോ റേഷ്യോയിലുള്ളത് അതേപോലെ റിമൂവ് ചെയ്യും. എന്നാൽ ഡ്രൈയിങ് നേച്ചർ പേര് പോലെ തന്നെ ഡിഫറെൻ്റ് ആണ്. ഡ്രൈയിങ് എന്ന് വെച്ചാൽ ഉണക്കിയെടുക്കുക, അതായത് അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റിനെ വലിച്ചെടുക്കുക.
Drying agents are substances capable of absorbing the moisture present in a substance. എന്താണ് ഒരു സബ്സ്റ്റൻസിനകത്തുള്ള ഈർപ്പം, അതായത് വാട്ടർ മോളിക്യൂൾസിനെ റിമൂവ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ പല സബ്സ്റ്റൻസിൻ്റെയും പ്രൊഡക്ഷൻ ഉണ്ടാകും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് യൂസ്ഡ് ആസ് ഡ്രൈയിങ് ഏജൻറ്റ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ, സൾഫർ ഡയോക്സൈഡ് ആൻഡ് HCl. ഇവരിലൊക്കെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമുക്ക് വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാകും. അതിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ H2SO4 യൂസ് ചെയ്യും. Why concentrated sulfuric acid is not used as drying agent in the preparation of ammonia? നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഉണ്ട്. അവിടെ നമ്മൾ ഡ്രൈയിങ് ഏജൻ്റ് ആയിട്ട് സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്തില്ല, പകരം കാൽഷ്യം ഓക്സൈഡ് ആണ് യൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്തില്ല? എന്തുകൊണ്ട് സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്തില്ല? അപ്പോൾ ആക്ച്വലി നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അമോണിയ ഒരു ബേസിക്കാണ്, ഇതൊരു ആസിഡാണ്. സോ ആസിഡും ആൽക്കലിയും തമ്മിൽ റിയാക്ട് ചെയ്താൽ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കാം അല്ലേ. സോ സൾഫ്യൂരിക് ആസിഡും അമോണിയയും തമ്മിൽ എന്താണ് ഒരു റിയാക്ഷൻ നടക്കാം, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നിട്ട് അവിടെ വേറെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാം. സോ ബേസിക്കലി സൾഫ്യൂരിക് ആസിഡും അമോണിയം റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുക അമോണിയം സൾഫേറ്റ് ആണ്. നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് അമോണിയ ഗ്യാസ് ആയിരുന്നു. ആ അമോണിയ ഗ്യാസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്തില്ല, പകരം എന്താണ് കാൽസ്യം ഓക്സൈഡ് ആണ് യൂസ് ചെയ്തത്. ദെൻ സൾഫ്യൂരിക് ആസിഡിൻ്റെ അടുത്ത റിയാക്ഷനാണ് റിയാക്ഷൻ വിത്ത് സാൾട്ട്സ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ റിയാക്ഷൻ സാൾട്ട്, നമുക്ക് രണ്ട് ടൈപ്പ് സാൾട്ട്സ് ഉണ്ട്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഫോംസ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഓർ HCl on reaction with chlorides and nitric acid HNO3 on reaction with nitrates. അപ്പോൾ സാൾട്ടുകൾ, ക്ലോറൈഡ് സാൾട്ടിനോടാണെങ്കിൽ HCl പ്രൊഡ്യൂസ് ചെയ്യും, നൈട്രേറ്റ് സാൾട്ട്സ് ആണെങ്കിൽ നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. എക്സാമ്പിൾ നോക്കാം. നമ്മുടെ കോമൺ സാൾട്ട് NaCl പ്ലസ് H2SO4 വി ഗെറ്റ് NaHSO4 പ്ലസ് HCl, NaHSO4 പ്ലസ് HCl. അതേപോലെ തന്നെ നൈട്രിക് ആയിട്ടുള്ളൊരു സാൾട്ട് പൊട്ടാസ്യം നൈട്രേറ്റ് KNO3 പ്ലസ് സൾഫ്യൂരിക് ആസിഡ് വി ഗെറ്റ് KHSO4 പ്ലസ് HNO3, നൈട്രിക് ആസിഡ് കിട്ടി. അപ്പോൾ നൈട്രേറ്റ് ആയിട്ടുള്ളൊരു സാൾട്ടിനോടാണ് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നൈട്രിക് ആസിഡ് കിട്ടും. അതേപോലെ ക്ലോറൈഡ് ആയിട്ടുള്ളൊരു സാൾട്ടിനോടാണ് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് HCl ആണ് കിട്ടുക. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് നമുക്ക് ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാം, സാൾട്ടിൽ നിന്ന് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാം, കറസ്പോണ്ടിങ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാം. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ക്യാൻ ഡിസ്പ്ലേസ് വോളറ്റൈൽ ആസിഡ്സ് ഫ്രം ദെയർ സാൾട്ട്. അപ്പോൾ ഇതെന്താണ് കറസ്പോണ്ടിങ് സാൾട്ടിൽ നിന്ന് അതിൻ്റെ ആസിഡ്, ഇപ്പോൾ നൈട്രേറ്റ് ആണെങ്കിൽ നൈട്രിക് ആസിഡ് ഉണ്ടാക്കാം, ക്ലോറൈഡ് ആണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കാം. സോ ദിസ് മെത്തേഡ് ഈസ് എംപ്ലോയിഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്. ദെൻ സൾഫ്യൂരിക് ആസിഡിൻ്റെ അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഓക്സിഡൈസിങ് നേച്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് നമുക്കറിയാം. Concentrated sulfuric acid reacts with metals and non-metals and oxidizes them. Metals ആയിട്ട് നോൺ മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഇത് ഓക്സിഡൈസ് ചെയ്യുന്നു. നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ നോക്കാം. കാർബൺ പ്ലസ് സൾഫ്യൂരിക് ആസിഡിൻ്റെ റിയാക്ഷനാണ്. ഇറ്റ് ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് സൾഫർ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ റിയാക്റ്റൻ്റെ സൈഡിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും, കാരണം എലമെൻ്റൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും പറഞ്ഞോളൂ, +4 ആയിരിക്കും. നമ്മളിപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞു, അപ്പം നമുക്കറിയാം കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. ദെൻ അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കാർബണ് ഓക്സിഡേഷൻ സംഭവിച്ചു, ആർക്കാണ് ഇപ്പോൾ റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ടാകുക? സൾഫ്യൂരിക് ആസിഡിന് ഒബ്വിയസ്ലി റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ടാകും. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എലമെൻ്റൽ കാർബൺ? കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരുന്നു. വാട്ട് അബൌട്ട് കാർബണിൻ? കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് മനസ്സിലായി +4 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വാസ് കാർബൺ ഓക്സിഡൈസ്ഡ് ഓർ റെഡ്യൂസ്ഡ്? ഓക്സിഡൈസ്ഡ് ആണോ റെഡ്യൂസ്ഡ് ആണോ? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. സോ ഇറ്റ് ഈസ് ഓക്സിഡേഷൻ. വിച്ച് ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്? ഇവിടെ ഓക്സിഡേഷൻ നടന്നത് കാർബൺ ആണ്. ആരാണ് അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്? കാർബണ് ഓക്സിഡേഷൻ നടക്കാൻ കാരണമായ ഏജൻറ്റ് ആരാണ്? അതായത് സൾഫ്യൂരിക് ആസിഡാണ്. H2SO4 ആണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. റിഡക്ഷൻ നടക്കുന്ന ആർക്കാണ്? ഇവിടെ ഒരാൾക്ക് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, അയാളാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അടുത്ത ആൾക്ക് റിഡക്ഷനാണ് നടക്കുന്നത്, അയാളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡാണ്.
സിമിലർലി നമ്മളൊരു മെറ്റലായ കോപ്പറുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. വി ഗെറ്റ് കോപ്പർ സൾഫേറ്റ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. സോ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ എലമെൻ്റൽ സ്റ്റേറ്റിൽ നമുക്കറിയാം 0 ആണ്. കോമ്പൗണ്ടിനകത്തോ നമ്മൾ തേർഡ് ചാപ്റ്ററിൽ കണ്ടിട്ട് CuSO4 കോപ്പർ സൾഫേറ്റിൽ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി കോപ്പറിന് ഇവിടെ ഓക്സിഡേഷൻ നടന്നു. ഈസ് കോപ്പർ ഓക്സിഡൈസ്ഡ് ഓർ റിഡ്യൂസ്ഡ് ഇൻ ദിസ് കേസ്? അപ്പോൾ നമുക്ക് മനസ്സിലായതാണ് കോപ്പറിന് ഓക്സിഡേഷൻ തന്നെയാണ് നടന്നത്. ആർക്കാണ് അപ്പോൾ റിഡക്ഷൻ നടന്നത്? സൾഫ്യൂരിക് ആസിഡാണ്. തിങ്ക് അബൌട്ട് ഇറ്റ് റിലേറ്റിംഗ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് എലമെൻ്റൽ കോപ്പർ ആൻഡ് ദ കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി കോപ്പറിന് ഓക്സിഡേഷനാണ്. ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? സൾഫ്യൂരിക് ആസിഡിനാണ്. സോ ആരാണ് റെഡ്യൂസിങ് ഏജൻറ്റ് ആൻഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്? അപ്പോൾ നമുക്ക് മനസ്സിലായി സൾഫ്യൂരിക് ആസിഡ് ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. കോപ്പറിന് ഓക്സിഡേഷനാണ് നടന്നത്. ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്തത് സൾഫ്യൂരിക് ആസിഡാണ്. സോ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്? കോപ്പർ. ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത് അയാളാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ആർക്കാണോ റിഡക്ഷൻ നടക്കുന്നത് അയാളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ദെൻ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് അയോൺസ്. ഒരു സൾഫേറ്റ് അയോണിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏതാണോ സൾഫേറ്റ് അയോൺ നമുക്കുള്ളത് അതിനകത്തേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ആ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് ഇതിനകത്തേക്ക് നമ്മളൊരു സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്ന സാൾട്ടിനകത്തേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് ആഡ് In the double ചെയ്താൽ displacement reaction of barium അപ്പോൾ ബേരിയം ക്ലോറൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. സോഡിയം സൾഫേറ്റിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യണം. ഒരു വൈറ്റ് സബ്സ്റ്റൻസ് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റിൽ ഡൗൺ ചെയ്യും. ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്ത് സെറ്റിൽ ഡൗൺ ചെയ്ത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക നോക്കാം. നമ്മുടെ വിക്ടേഴ്സ് ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ്, നമുക്കതൊന്ന് കണ്ടു നോക്കാം. ആസിഡാണ് അത് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഈ ബീക്കറിൽ കാണും. ഞാൻ ഈ ടെസ്റ്റ് ട്യൂബിൽ അല്പം സോഡിയം സൾഫേറ്റ് അല്പം എടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോഡിയം സൾഫേറ്റ് അല്പം എടുക്കുകയാണ്. ഞാൻ ഒരു 4 ഡ്രോപ്പ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ചേർക്കുകയാണ്. ശ്രദ്ധിക്കുക ഇതിൻ്റെ നിരീക്ഷണം. ഞാനതൊന്ന് ഷെയ്ക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കണ്ടു ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി നേരത്തെ വീഡിയോയിൽ, അതിനകത്ത് ക്ലിയർ ആയിട്ട് കണ്ടു. ഇതിപ്പോൾ സാർ കാണിക്കുന്നതിനകത്ത് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിലായതുകൊണ്ട് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് നോക്കാം. എന്നും നിങ്ങൾ ചിന്തിക്കുക. ഇതിൽ ഉപയോഗിച്ച മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡുമാണ്. ഇനി ഞാൻ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് ഡൈലൂട്ട് HCl ആഡ് ചെയ്യാൻ പോകുന്നു. ഡൈലൂട്ട് HCl. അപ്പോൾ ഇത് സോലുബിൾ ആകുമോ എന്തെങ്കിലും പ്രവർത്തനം? അപ്പോൾ ഞാൻ ഡ്രോപ്പർ ഉപയോഗിച്ച് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 5 തുള്ളി ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. 1 ഡ്രോപ്പ് ആഡ് ചെയ്തു. യു സി സെക്കൻഡ് ഡ്രോപ്പ്, മൂന്നാമത്തെ ഡ്രോപ്പ്, 4, 5 ഡ്രോപ്പ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ സോഡിയം സൾഫേറ്റും അതുപോലെ തന്നെ ബേരിയം ക്ലോറൈഡും പ്രവർത്തിച്ചുണ്ടായ ആ സൊല്യൂഷൻ ഇതിലേക്ക് ഞാൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. ഞാൻ വീണ്ടും അത് ഷെയ്ക്ക് ചെയ്യാണ്. ഈ പ്രസിപ്പിറ്റേറ്റിന്, ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് നോ ചേഞ്ച്. കാര്യമായ ഒരു വ്യത്യാസവും നമുക്കിതിൽ കാണാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി അതിനകത്തേക്ക് ആഡ് ചെയ്തു. അതിനകത്തേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തെങ്കിലും അവിടെ ഉണ്ടായ ആ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്തില്ല. അപ്പോൾ എന്തായിരിക്കും ഇവിടെ നടന്നത്? അപ്പോൾ ഇത് ഒരു ടെസ്റ്റാണ്, സൾഫേറ്റ് അയോൺസിനെ കണ്ടുപിടിക്കാനുള്ളൊരു ടെസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ടെസ്റ്റ് നടത്തുന്നത് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു സോഡിയം സൾഫേറ്റ് ആണ് എടുത്തത്. സോഡിയം സൾഫേറ്റിനകത്തേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തപ്പോൾ ഒരു വൈറ്റ് സബ്സ്റ്റൻസ് ഉണ്ടായി. ഏതിൻ്റെ സബ്സ്റ്റൻസ് ആയിരിക്കും? ബേരിയം സൾഫേറ്റ് ആയിരിക്കും അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ബേരിയം സൾഫേറ്റ് ആണ് പ്ലസ് കറസ്പോണ്ടിങ് സാൾട്ട് NaCl. ഈ ബേരിയം സൾഫേറ്റിലേക്കാണ് നമ്മൾ പ്ലസ് NaCl അടങ്ങിയിരിക്കുന്ന ആ മിക്സ്ചറിലേക്കാണ് നമ്മൾ HCl ആഡ് ചെയ്തത്. HCl ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഈ ബേരിയം സൾഫേറ്റ് HClലേക്ക് ഡിസോൾവ് ചെയ്യില്ല. സോഡിയം ക്ലോറൈഡ് നമുക്ക് സാധാ സാൾട്ടിൻ്റെ ഫോർമുലയാണ്. സോ അത് വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യും, അല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. പക്ഷേ നമ്മുടെ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്യില്ല. സോ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഉള്ളതൊരു സൾഫേറ്റ് അയോൺ ആണെന്ന്. സിമിലർലി വേറെ സൊല്യൂഷനുകളിലേക്ക് ഇപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റോ സിങ്ക് സൾഫേറ്റോ കോപ്പർ സൾഫേറ്റിലേക്കോ എന്തിനു പറയാം, സൾഫ്യൂരിക് ആസിഡിലേക്ക് തന്നെ നമ്മൾ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തു എന്നിരിക്കട്ടെ.
ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തു എന്നിരിക്കട്ടെ, കറസ്പോണ്ടിങ് നമ്മുടെ ബേരിയം സൾഫേറ്റ് ആയിരിക്കും കിട്ടുക. MgSO4 പ്ലസ് ബേരിയം ക്ലോറൈഡ് എന്തായിരിക്കും നമുക്ക് കിട്ടുക? ബേരിയം സൾഫേറ്റ് പ്ലസ് MgCl ആയിരിക്കും കിട്ടുക. സിമിലർലി സിങ്ക് സൾഫേറ്റിലേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്താൽ ബേരിയം സൾഫേറ്റ് പ്ലസ് സിങ്ക് ക്ലോറൈഡ് ആയിരിക്കും ZnCl2. ദെൻ അതേപോലെ തന്നെ കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുക? പ്ലസ് കോപ്പർ ക്ലോറൈഡ് കോപ്പർ ക്ലോറൈഡ് CuCl2. ദെൻ സൾഫ്യൂരിക് ആസിഡിലേക്ക് നമുക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ HCl ഗ്യാസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്തൊക്കെ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ആ ബേരിയം സൾഫേറ്റിലേക്ക് ഡൈലൂട്ട് HCl ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ബേരിയം സൾഫേറ്റ് ഡിസോൾവ് ചെയ്യില്ല. സോ ഇതിലൂടെ നമുക്ക് സൾഫേറ്റ് അയണിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. സൾഫേറ്റ് സാൾട്സ് റിയാക്ട് വിത്ത് ബേരിയം ക്ലോറൈഡ് ടു ഫോം എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ്. ഇറ്റ് ഈസ് നോട്ട് സോല്യൂബിൾ ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ നമുക്കിത് സൾഫേറ്റ് അയോണിനെ സൾഫേറ്റ് ആണോ സാൾട്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ്. എങ്ങനെയാണ് ചെയ്യുക? കുറച്ച് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക, അപ്പോൾ അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് നമ്മൾ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്യില്ല. ഡിസോൾവ് ചെയ്യാതെ കിടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സൾഫേറ്റ് അയോൺ അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസ് ആണെന്ന്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇതേപോലെ തന്നെ ഒരു ടോപ്പിക്കാണ് അമോണിയയുടെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അമോണിയനെ ഡിറ്റക്റ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മളൊരു സാൾട്ട് അടങ്ങിയിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് നമ്മളൊരു HCl ഡിപ്പ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് റോഡ് കൊണ്ടുവന്നാൽ അവിടെ വൈറ്റ് ഫ്യൂംസ് ഉണ്ടാകുമെങ്കിൽ അവിടെ അമോണിയ ഗ്യാസ് ഉണ്ട്. നമുക്കറിയാം NH3 പ്ലസ് HCl, നമുക്കറിയാം NH4Cl ഉണ്ടാവും. ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് അമോണിയ ഗ്യാസിനെയും ഡിറ്റക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.